കർത്താവിൽ സ്നേഹിതരെ, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നതായ യുദ്ധത്തിൽ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, അതുപോലെ അവിടെ സമാധാനം സ്ഥാപിക്കുന്നതിനും ഈ ഞായറാഴ്ച നമ്മുടെ എല്ലാ പള്ളികളിലും പ്രാർത്ഥന നടത്തും. ഈ സമയത്ത് നമുക്കും പ്രാർത്ഥിക്കാം. ശുഭോലാപോല പുറവോ കാതി ശോഭലഹീന. ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും വേണ്ടിയാണ് എന്ന് അരുളി ചെയ്ത കർത്താവേ, ലോകത്തിൻ്റെ സകല സൃഷ്ടികളുടെയും സമാധാനത്തിനും രക്ഷയ്ക്കുമായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അനീതിയും ദ്വേഷവും മനുഷ്യരിൽ വളരുന്നത് നിനക്കിഷ്ടമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് യുദ്ധത്തിലും കലഹത്തിലും കഷ്ടപ്പെടുന്ന ജനങ്ങളെ കരുണയോടെ നോക്കണമേ. എൻ്റെ ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, നിൻ്റെ യഥാർത്ഥ സമാധാനം ഇന്നത്തെ ലോകത്തിൽ വാഴിക്കണമേ. യുദ്ധം, ഭീകരത, വൈരാഗ്യം എന്നിവ കൊണ്ട് വേദനിക്കുന്ന രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും സമാധാനം ലഭിക്കണമേ. രാജ്യങ്ങൾ തമ്മിലുള്ള വൈരവും ആയുധ സമാഹരണവും അവസാനിപ്പിക്കണമേ. നാശത്തിനായി ചെലവഴിക്കുന്ന ശക്തിയും സമ്പത്തും മനുഷ്യരുടെ ക്ഷേമത്തിനും സൃഷ്ടിയുടെ സംരക്ഷണത്തിനുമായി ഉപയോഗിക്കപ്പെടുവാൻ കൃപ നൽകണമേ. ലോകത്തിലെ ഭരണാധികാരികൾക്കും നേതാക്കൾക്കും ജ്ഞാനവും വിവേകവും നൽകി സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കണമേ. അവർ അഹങ്കാരമല്ല, വിനയവും കരുണയും നിറഞ്ഞവരായി തീരുമാറാകണമേ. യുദ്ധമേഖലകളിൽ ഭയത്താലും വേദനയാലും കഴിയുന്ന ജനങ്ങളെ കാത്ത് സൂക്ഷിക്കണമേ. പരിക്കേറ്റവർക്കും അഭയാർത്ഥികൾക്കും ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്കും ആശ്വാസവും പ്രത്യാശയും നൽകണമേ. ദ്വേഷവും പ്രതികാരവും മാറി സ്നേഹവും കരുണയും മനുഷ്യരുടെ ഹൃദയങ്ങൾ നിറയണമേ. ലോകമെങ്ങും സമാധാനവും ഐക്യവും വളരണമേ. നിർദോഷികളായി മരിച്ചുപോയ കുഞ്ഞുങ്ങളെയും ആളുകളെയും നിൻ്റെ കരത്തിൽ നീ കാത്തുകൊള്ളണമേ. അവരുടെ തിരോധാന മുഖാന്തരം ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്ന കുടുംബാംഗങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. യുദ്ധങ്ങളും കലഹങ്ങളും ഇല്ലാത്ത ലോകമുണ്ടാകുവാൻ പരസ്പരം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും സമാധാനത്തിൻ്റെ സാക്ഷികളായി തീരട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവേ, നിനക്ക് സ്തുതിയും മഹത്വവും എന്നു വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.